പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ തടസ്സങ്ങളെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഒന്ന് വെട്ടിയൊരുക്കണം. ഒരു ദൈവവൈതലിന്റെ ജീവവായുവാണ് പ്രാർത്ഥന എന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ ഏറ്റവും അധികം പ്രയോജനമുള്ളവനാകും. റോമാലേഖനത്തിൽ 8-ാം അധ്യായം 26-ാം വചനത്തിൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേണ്ടാത്ത വിധം പ്രാർത്ഥിക്കും, വേണ്ടാത്ത വിധം ചിന്തിക്കും, വേണ്ടാത്ത വിധം പ്രവർത്തിക്കും, വേണ്ടാത്ത വിധം നടക്കും, വേണ്ടാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കും, വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും. എന്നാൽ വേണ്ടുന്ന വിധം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ ഇടവരും. വേണ്ടുന്ന വിധം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിൽ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് വേണ്ടുന്ന വിധത്തിലുള്ള ദൈവിക ആലോചനകളും ദൈവിക സന്ദേശങ്ങളും ദൈവിക അരുളിപ്പാടുകളും ദൈവിക ശബ്ദവും ദൈവിക നടത്തിപ്പും ദൈവിക പ്രവൃത്തികളും ദൈവിക പ്രവർത്തനങ്ങളും നടത്തുവാൻ ദൈവം ഇടയാക്കും. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ജീവിതത്തിൽ പരാജയം അനുഭവിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പിശാചിന് ഭയമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പിശാചിന്റെ കോട്ടകളെ തകർക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പരീക്ഷകളെ അതിജീവിക്കാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൽ ബലമുള്ളവനായി മാറാൻ ഇടയാകും. പ്രാർത്ഥന ദൈവമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധമാണ്. പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയ മാതൃക യേശുവാണ്. പിതാവുമായി ഗാഢബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു യേശു. യേശു ഗെത്സമേൻ തോട്ടത്തിൽ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയിൽ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിക്കണോ? വേണം. മുട്ടുമേൽ വീണ് പ്രാർത്ഥിച്ചത് ആരാണ്? പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മിഷണറി യാത്രയ്ക്ക് വേണ്ടി കപ്പൽ കയറുവാൻ വേണ്ടി കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ കൂടെയുള്ളവരെല്ലാവരും കൂടി യാത്രയാക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനവും 20-21 അധ്യായങ്ങളിൽ കാണാൻ കഴിയും. പത്രോസ് മുട്ടുമേൽ വീണ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് പത്രോസിനെ യാത്രയാക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതുപോലെ ദാനിയേൽ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. മോശ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. യേശു ഗെത്സമേൻ തോട്ടത്തിൽ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. നമ്മൾ മുട്ടുമടങ്ങണം. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പിശാചിന്റെ കോട്ടകൾ തകരും. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരും. നമുക്ക് കർത്താവിനെ അനുഭവിക്കാൻ കഴിയും പ്രാർത്ഥിക്കുന്നെങ്കിൽ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നതാ പ്രാർത്ഥന. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടും പ്രാർത്ഥനയിലൂടെ. വേദനിച്ചിരിക്കുന്ന അവസ്ഥയുള്ളവർ പ്രാർത്ഥനയിലൂടെ അവർ സൗഖ്യവും അനുഗ്രഹവും പ്രാപിക്കും. ആത്മീയ തലത്തിൽ പ്രാർത്ഥനയുള്ള മനുഷ്യൻ പിശാചിന് ഇടം കൊടുക്കുകയില്ല. പിശാചിന് ഇടം കൊടുക്കരുത്. അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണമെന്ന കർത്താവ് പറഞ്ഞത്. ഒരു ഇടവും പ്രാർത്ഥനയ്ക്ക് ഒരു ക്യാപ്പ് വരരുത്. വന്നാൽ
അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിനെ ആഗ്രഹത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക്, പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ എന്നിൽ വന്ന് നിറയണമേ, എന്നെ നയിക്കണമേ, കർത്താവെ നിന്റെ കൂടെ എനിക്കായിരിക്കാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ, ഞാനൊരു പ്രാർത്ഥിക്കുന്ന മകനായി മകളാക്കി എന്നെ മാറ്റണമേ, സാത്താന്റെ കോട്ടകളെ തകർക്കുവാൻ, തിന്മയുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ പ്രാർത്ഥനയിലൂടെ എനിക്ക് കഴിയും. അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ സകലതും, പൗലോസ് പറയുകയാണ്, സ്വർഗത്തിന്റെ സകലതും പ്രാർത്ഥനയിലൂടെ അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കുക. കണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്നത്. ഈ അഭിഷേകം തന്നെ എന്ന സന്ദേശം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുത പ്രവൃത്തിയെ കാണാൻ കഴിയും. പ്രാർത്ഥിക്കാതിരിക്കരുതേ. ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അത്ഭുതങ്ങൾ കാണാൻ കഴിയും, ദൈവപ്രവൃത്തി കാണാൻ കഴിയും, തടസ്സങ്ങൾ മാറുന്നത് കാണാൻ കഴിയും. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരിലേക്കും ഇറങ്ങണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.